ഉമ്മ എപ്പോഴെങ്കിലും ഒന്ന് വരെ ഒന്ന് അന്വേഷിക്കുക മാത്രമേ ഉള്ളൂ. ഉമ്മ കരയണ്ട, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിലോ കുട്ടികളെ ട്യൂഷൻ എടുത്തിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കാം ഉമ്മ. നമുക്ക് ഇവിടെ നിൽക്കണ്ട. ഞാൻ ആത്മഹത്യ ചെയ്യാന്നൊക്കെ അപ്പോഴത്തെ ഒരു സങ്കടത്തിന് പറഞ്ഞതാണ്. അതൊന്നും ഒരിക്കലും നമ്മൾ ചെയ്യാനും ചിന്തിക്കാനും പാടില്ല. അത് മാത്രമല്ല, എൻ്റെ ഉമ്മ ഒറ്റപ്പെട്ടു പോകും. അതുകൊണ്ട് ഉമ്മ, നമുക്ക് എവിടെയെങ്കിലും പോവമ്മ. നമുക്ക് രണ്ടാൾക്കും സന്തോഷത്തോടെ ജീവിച്ചൂടെ? ഇങ്ങനെ എല്ലാവരുടെ ഇടയിലും കിടന്ന് നമുക്ക് നരകിക്കണ്ടല്ലോ. ഉമ്മ എൻ്റെ കൂടെ വാ, നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം. എന്തെല്ലാം ജോലി ചെയ്ത് ജീവിക്കാം. മാന്യമായ രീതിയിലുള്ള ഒരുപാട് ജോലിയുണ്ട്. ഉമ്മ എൻ്റെ കൂടെ വാ. എങ്ങനെ മോളെ, നമ്മള് പെറ്റു വളർന്ന പേരല്ലേ, ഇവിടുന്ന് എങ്ങനെ നമ്മൾ ഇറങ്ങി പോവുക? ഇവിടെ വന്ന് കയറിയ ആൾക്കാരെ പേടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ? അറിവില്ലാത്തോണ്ടാണ് അവര് നമ്മളെങ്ങനെയൊക്കെ ചെയ്യണത്. എൻ്റെ ഇക്കാക്ക എങ്ങനെയായിരുന്നു പറയാ എന്നെ എന്നെയൊക്കെ നോക്കിയിരുന്നത്. ഇപ്പോഴാണ് അവൻ മാറിയത്. എന്തായാലും അതൊന്നും സാരമില്ല. എന്തായാലും എൻ്റെ മോളെടുത്ത തീരുമാനം നല്ല തീരുമാനം തന്നെയാണ്. ഇക്ക, ഇവരിവിടെ വേറെ എന്തൊക്കെയോ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് എങ്ങോട്ടോ മാറണമെന്നോ ഓക്കെന്തോ ഒരു ജോലി നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിന് ഞാൻ എന്തെങ്കിലും കാശും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കും. നിങ്ങളൊന്നും അയച്ചു കൊടുക്കണ്ടട്ടാ. എങ്ങോട്ടെങ്കിലും പോയിക്കോട്ടെ, നമുക്ക് ഇവിടെ സുഖമായിട്ട് നിൽക്കാമല്ലോ. ഇന്ന് രണ്ടാളും കൂടി ഇങ്ങനെ അടുക്കളയിൽ നിന്ന് വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ വലിയ ഒളിഞ്ഞൊന്ന് കേട്ടതാ. ഇനി ഞാൻ പറഞ്ഞൊന്ന് പറയണ്ട. നിങ്ങളെന്തേ വർത്താനത്തെ കൂടി ചോദിച്ചാൽ മതി. ആ ശരി.